ഹലോ സ്റ്റുഡൻസ്, LICൻ്റെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫ്രീക്വൻസി മൾട്ടിപ്ലയേഴ്സ് യൂസിങ് PLL IC ആണ്. PLL IC എന്ന് പറയുന്നത് 565 IC ആണ്. നമ്മൾ ഫേസ് ലോക്ക് ലൂപ്പായിട്ട് യൂസ് ചെയ്യുന്ന IC. ആ IC യൂസ് ചെയ്തിട്ട് എങ്ങനെ നമുക്ക് ഫ്രീക്വൻസി മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും. ഇപ്പോൾ 1 kHz ഉള്ള ഫ്രീക്വൻസി ഒരു 10 kHz ആക്കി മാറ്റാൻ നമുക്ക് 565ൻ്റെ സർക്യൂട്ട് യൂസ് ചെയ്യാം. അതെങ്ങനെയാണെന്ന് നോക്കാം. നേരെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. 565 എന്ന് പറയുന്നത് ഫേസ് ലോക്ക് ലൂപ്പ് എന്ന് പറഞ്ഞ IC ആണ്. അതിൽ മെയിനായിട്ടുള്ളത് ഒരു ഫേസ് ഡിറ്റക്ടറാണ്. ദെൻ ലോ പാസ് ഫിൽറ്റർ ഉണ്ട്. ദെൻ ഒരു എറർ ആംപ്ലിഫയർ ഉണ്ട്. ദെൻ വോൾട്ടേജ് കൺട്രോൾഡ് ഓസിലേറ്റർ. അന്നേരം ഈ വോൾട്ടേജ് കൺട്രോൾഡ് ഓസിലേറ്റർ എന്നാണ് സാധാരണ നമ്മൾ ഔട്ട്പുട്ട് എടുക്കാറ്. ഓക്കെ, ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് കൺട്രോൾഡ് ഓസിലേറ്റർ എന്ന് പറയുന്നത് ഒരു ഫ്രീ റണ്ണിങ് ഓസിലേറ്ററാണ്. അതിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഇൻപുട്ട് ഫ്രീക്വൻസി ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. നേരെ ഇൻപുട്ട് ഫ്രീക്വൻസിയും ഔട്ട്പുട്ട് ഫ്രീക്വൻസിയും സെയിം ആയിരിക്കും എപ്പോൾ ഫേസ് ലോക്ക് ലൂപ്പ് ലോക്ക്ഡ് ആവുന്ന സമയത്ത്. നേരെ ഈ ഒരു പ്രത്യേകത യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിനെ ഫ്രീക്വൻസി മൾട്ടിപ്ലയറായി. 2 ആപ്ലിക്കേഷനാണ് ഉള്ളത്. ഒന്ന് ഫ്രീക്വൻസി മൾട്ടിപ്ലയർ, രണ്ടാമത്തത് FM ഡീമോഡുലേറ്റർ. മെയിനായിട്ട് 2 FM ഡീമോഡുലേറ്റർ സർക്യൂട്ട്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് ഫ്രീക്വൻസി മൾട്ടിപ്ലയർ സർക്യൂട്ടാണ്. നേരെ ഒരു ഫ്രീക്വൻസി മൾട്ടിപ്ലയർ 565 യൂസ് ചെയ്തിട്ട് നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന സമയത്ത് ഇതിപ്പോൾ ഈ ഒരു സർക്യൂട്ടാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. നേരെ ഇതിൻ്റെ ബ്ലോക്ക് ഡയഗ്രം നമുക്ക് ഓർമ്മയുണ്ട്. 565ൻ്റെ ബ്ലോക്ക് ഡയഗ്രത്തിൽ ഫേസ് ഡിറ്റക്ടർ, ഫസ്റ്റ് വന്ന് ഫേസ് ഡിറ്റക്ടർ, ദെൻ ലോ പാസ് ഫിൽറ്റർ, VCO. അതിൻ്റെ ഇടയ്ക്ക് ഒരു എറർ ആംപ്ലിഫയർ സർക്യൂട്ട് ഉണ്ട്. അതത്ര ഇമ്പോർട്ടൻ്റ് അല്ലാത്തതുകൊണ്ടാണ് അവിടെ വരക്കാതിരുന്നത്. ദെൻ ഫേസ് ഡിറ്റക്ടർ എന്ന് പറയുന്നത് ഇൻപുട്ട് സിഗ്നലിൻ്റെ ഫേസും VCO എന്ന് വരുന്ന ഇതിൻ്റെ ഫ്രീക്വൻസി ഫേസും തമ്മിൽ ഡിറ്റക്ട് ചെയ്തിട്ട് അതിൽ എറർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എറർ V എന്ന് പറഞ്ഞാൽ എറർ സിഗ്നൽ ഉണ്ടാക്കും. അത് പിന്നെയും VCOൻ്റെ ഫ്രീക്വൻസീനെ അഡ്ജസ്റ്റ് ചെയ്യും. എന്നിട്ട് ലാസ്റ്റ് വരുമ്പോൾ ഇൻപുട്ട് സിഗ്നലിൻ്റെ അതേ ഫ്രീക്വൻസി തന്നെയായിരിക്കും ഔട്ട്പുട്ട് സിഗ്നൽ വരും. നമ്മളിപ്പോൾ ഒരു ഫ്രീക്വൻസി മൾട്ടിപ്ലയർ ആയിട്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ, ഇപ്പോൾ ഇവിടെ നമ്മൾ 1 kHz ഉള്ള ഒരു സിഗ്നലാണ് ഇൻപുട്ടിൽ കൊടുക്കുന്നതെങ്കിൽ VCOൻ്റെ ഔട്ട്പുട്ട് 10 kHz ആണെന്നിരിക്കുക. അപ്പോൾ എന്താ വെച്ചാൽ ഈ ഫ്രീക്വൻസി ഡിവൈഡർ എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി ഡിവൈഡ് ചെയ്യാണ് ഇത്. അന്നേരം ഇത് 1/10 എന്ന് പറയുന്ന ഫ്രീക്വൻസി ഡിവൈഡ് ആണെങ്കിൽ 10 kHz ഇവിടെ വരുവാണെങ്കിൽ എന്ത് ചെയ്യും? ഇതിൻ്റെ ഔട്ട്പുട്ട് അഗെയിൻ 1 kHz ആയിരിക്കും. അന്നേരം ഈ 1 kHz 1 kHz കൂടി ആയിരിക്കും ഫേസ് ഡിറ്റക്ടറിൽ ചെക്ക് ചെയ്യുക. ഓക്കെ, അന്നേരം ഫസ്റ്റ് നമുക്ക് ഇവിടെ കിട്ടേണ്ടത് 1 kHz ഇൻപുട്ടിൽ കൊടുക്കുന്ന സമയത്ത് 1 kHz ആണ് ഇൻപുട്ട് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടേണ്ടത് എത്രയാണ്? 10 kHz ആണ് അല്ലേ? നേരെ ഫസ്റ്റ് തന്നെ നമ്മൾ 1 kHz കൊടുത്താൽ ചിലപ്പം വോൾട്ടേജ് കൺട്രോൾഡ് ഓസിലേറ്ററിൻ്റെ ഫ്രീക്വൻസി ചിലപ്പം 5 kHz ഒക്കെ ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ ഡിവൈഡറിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 1/10 ആണ്. 1/10 ആയിട്ട് വരുന്ന ഫ്രീക്വൻസി ഡിവൈഡ് ബൈ 10. അതുകൊണ്ടാണ് അതിനെ ഡിവൈഡർ എന്ന് പറയുന്നത്. നമ്മൾ 1/10 ഡിവൈഡർ സർക്യൂട്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ 5 kHz പകരം ഇവിടെ കിട്ടുക 0.5 kHz ആയിരിക്കും. അന്നേരം ഇവിടെ വരുന്നത് 0.5 kHz, ഇത് 1 kHz. അന്നേരം നല്ലൊരു എറർ സിഗ്നൽ ഇവിടെ ക്രിയേറ്റ് ചെയ്യും. ആ എറർ സിഗ്നൽ എന്ത് ചെയ്യും? വോൾട്ടേജ് കൺട്രോൾഡ് ഓസിലേറ്ററിനെ പിന്നെയും 5 kHz എന്ന് അതിനെ ഒരു 8 kHz ആക്കി മാറ്റും. ദെൻ അഗെയിൻ 8 kHz ഇവിടെ വരുന്നതിന് ഇവിടെ 0.8 kHz ആയിരിക്കും. 1 kHz 0.8 kHz. ദെൻ എറർ സിഗ്നൽ അതിനനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് പിന്നെ എന്ത് ചെയ്യും? 8 kHz എന്ന അതിൻ്റെ ഫ്രീക്വൻസി 10 kHz ആയി മാറും. 10 kHz ആവുന്ന സമയത്ത് നമുക്കറിയാം എറർ സിഗ്നൽ ഇവിടെ വരുന്ന വോൾട്ടേജ് ഡിവൈഡറിൻ്റെ അടുത്ത് ഇവിടെ 10 kHz വന്നു കഴിഞ്ഞാൽ ഇവിടെ 1 kHz ആയിരിക്കും. അപ്പോൾ ഇതും എന്ത് ചെയ്യും? 1 kHz.
അന്നേരം വോൾട്ടേജ് കൺട്രോൾഡ് ഓസിലേറ്ററിൻ്റെ ഫ്രീക്വൻസി ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. എപ്പോഴാണ് എറർ സിഗ്നൽ വി 0 ആകുന്നത് വരെ. അന്നേരം ഇവിടെ ഡിവൈഡർ ഉള്ളത് കൊണ്ട് വോൾട്ടേജ് കൺട്രോൾഡ് ഓസിലേറ്ററിൻ്റെ ഇത് പറഞ്ഞാൽ അത്രയും മൾട്ടിപ്ലയർ ആയിട്ട് വരണം. അന്നേരം ഇവിടെ 1/10 ഡിവൈഡറാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഇത് 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന വിധത്തിലുള്ള ഒരു വോൾട്ടേജ് ആയിരിക്കും ഔട്ട്പുട്ടിൽ കിട്ടുക. അതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി 565 എന്തായിട്ട് വർക്ക് ചെയ്യും? ഈ 1 kHz 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന ഒരു മൾട്ടിപ്ലയർ ആയിട്ട് വർക്ക് ചെയ്യും. എങ്ങനെയാണെന്ന് നോക്കാം. So the frequency multiplier can be designed using a PLL and a divide by n counter. നേരെ ഫീഡ്ബാക്ക് സർക്യൂട്ടിൽ വി സി ഒ എന്ന് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു ഡിവൈഡ് ബൈ എൻ കൗണ്ടറാണ്. നേരെ എൻ ടൈംസ് ആണ് മൾട്ടിപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഡിവൈഡഡ് ബൈ എൻ കൗണ്ടർ കൊണ്ട്. അപ്പം 10 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ഡിവൈഡ് ബൈ 10 കൗണ്ടർ. നിങ്ങൾ പഠിച്ചു കഴിഞ്ഞതാണ് കൗണ്ടർ സർക്യൂട്ട്. ഡിജിറ്റലിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഫ്ലിപ്പ് ഫ്ലോപ്പ് യൂസ് ചെയ്തിട്ട് സിങ്ക്രണസ് കൗണ്ടർ, അസിങ്ക്രണസ് കൗണ്ടർ എന്നെല്ലാം പഠിച്ചിട്ടുണ്ട് അല്ലേ. അതിൽ മോഡ് 10 കൗണ്ടർ, മോഡ് 2 കൗണ്ടർ, മോഡ് 4 കൗണ്ടർ എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. അന്നേരം ഈ മോഡ് 2 കൗണ്ടർ അല്ലെങ്കിൽ മോഡ് 4 കൗണ്ടർ എന്നെല്ലാം പറഞ്ഞാൽ എന്താ ചെയ്യുക വെച്ചാൽ, മോഡ് 2 കൗണ്ടർ ആണെങ്കിൽ അത് ഇൻപുട്ടിൽ വരുന്ന ക്ലോക്കിനെ അതെന്താ ചെയ്യുന്നത്? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാണ് ചെയ്യുക. നേരെ ഇപ്പം ഫ്രീക്വൻസി, ഇപ്പോൾ നമ്മൾ ഫ്ലിപ്പ് ഫ്ലോപ്പിൽ കൗണ്ടറിൽ കൊടുക്കുന്ന സിഗ്നലിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഇപ്പോൾ 2 kHz ഉള്ള ഒരു ക്ലോക്കാണ് കൊടുക്കുന്നതെന്ന് വയ്ക്കുക. ഇതുപോലെയുള്ള ഒരു ക്ലോക്ക് 2 kHz ഒരു ക്ലോക്കാണ് ഇൻപുട്ട് കൊടുക്കുന്നതെന്നിരിക്കുക. അത് നമ്മളൊരു കൗണ്ടർ മോഡ് 2 കൗണ്ടർ യൂസ് ചെയ്തു, മോഡ് 2 അസിങ്ക്രണസ് കൗണ്ടർ യൂസ് ചെയ്തു എന്നിരിക്കുക. മോഡ് 2 കൗണ്ടർ യൂസ് ചെയ്തിട്ട് ഇൻപുട്ടിൽ നമ്മൾ 2 kHz കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഔട്ട്പുട്ടിൽ എത്ര kHz കിട്ടുക? 1 kHz ആയിരിക്കും കിട്ടുക. മനസ്സിലായില്ലേ? അന്നേരം ഇവിടെ വരുന്ന ഫ്രീക്വൻസീനെ അതെന്ത് ചെയ്യും വെച്ചാൽ ഡിവൈഡ് ചെയ്തിട്ട് 1 kHz ആക്കി പറ്റും. ടൈം പീരീഡ് കൂടും, ഫ്രീക്വൻസി കുറയും. അന്നേരം മോഡ് 2 കൗണ്ടറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ എന്താ വരിക? ഇൻപുട്ട് ഫ്രീക്വൻസീനെ ഡിവൈഡ് ബൈ 2 കൊണ്ട് ഡിവൈഡ് ബൈ 2 ചെയ്യും. ഫ്രീക്വൻസിനെ ഇൻപുട്ട് ഫ്രീക്വൻസിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യും. ഇനി അതുകൊണ്ട് ഈ മോഡ് 2 കൗണ്ടറിന് ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഡിവൈഡ് ബൈ 2 കൗണ്ടർ. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഡിവൈഡ് ബൈ 2 കൗണ്ടർ. ഓക്കെ. അതേപോലെ ആണെങ്കിൽ മോഡ് 4 കൗണ്ടർ ആണെങ്കിൽ എന്താ ചെയ്യുക? മോഡ് 4 കൗണ്ടർ എന്ത് ചെയ്യുക വെച്ചാൽ വരുന്ന സിഗ്നലിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യും. ഇപ്പം നമ്മളിവിടെ 8 kHz ഒരു ഇപ്പോൾ മോഡ് 4 കൗണ്ടറിൽ മോഡ് 4 കൗണ്ടർ അസിങ്ക്രണസ് കൗണ്ടറാണ്. മോഡ് 4 കൗണ്ടറിൻ്റെ ക്ലോക്കായിട്ട് ഞാൻ കൊടുക്കുന്നത് 4 kHz ഉള്ളൊരു വേവ് ഫോമാണ്. 4 kHz വേവ് ഫോം പൾസ് തന്നെ 4 kHz ആയിരിക്കും. അന്നേരം ഔട്ട്പുട്ടിൽ കിട്ടുന്നത് 1 kHz പൾസായിരിക്കും. ഔട്ട്പുട്ടിൽ കിട്ടുക എത്രയാണ്? 1 kHz. എന്തുകൊണ്ടാണ് 1 kHz കിട്ടുന്നത്? ഇവിടെ നമ്മൾ മോഡ് 4 കൗണ്ടറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. മോഡ് 4 കൗണ്ടറിൻ്റെ ഇൻപുട്ട് നമ്മൾ 4 kHz കൊടുത്താൽ അത് 4 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് നമുക്ക് 1 kHz ഉള്ള പൾസായിരിക്കും ഔട്ട്പുട്ടിൽ ക്യൂവിൽ കിട്ടുക. മനസ്സിലായില്ലേ? അന്നേരം ഈ മോഡ് 4 കൗണ്ടറിനെ പറയുന്ന പേരാണ് ഡിവൈഡ് ബൈ 4 കൗണ്ടർ, ഡിവൈഡ് ബൈ 4 കൗണ്ടർ. സോ ഇപ്പോൾ മോഡ് n കൗണ്ടർ ആണെങ്കിൽ, മോഡ് n കൗണ്ടറാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അതെന്തായിരിക്കും? അത് ഡിവൈഡ് ബൈ n കൗണ്ടർ ആയിരിക്കും. ഡിവൈഡ് ബൈ n കൗണ്ടർ എന്ന് പറഞ്ഞാൽ മോഡ് n കൗണ്ടറിനെയാണ് ഡിവൈഡ് ബൈ n കൗണ്ടർ എന്ന് പറയുന്നത്. അന്നേരം ഇപ്പം 10 കൊണ്ട് ഡിവൈഡ് ചെയ്യണമെങ്കിൽ നമ്മൾ ഏത് കൗണ്ടറാണ് യൂസ് ചെയ്യേണ്ടത്? മോഡ് 10 കൗണ്ടർ, ഡെക്കേഡ് കൗണ്ടർ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? ഡെക്കേഡ് കൗണ്ടർ എന്ന് പറയുന്ന കൗണ്ടർ അസിങ്ക്രണസ് കൗണ്ടർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് വരുന്ന ഫ്രീക്വൻസിനെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഫീഡ്ബാക്ക് സർക്യൂട്ടിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന ഡിവൈഡർ കൗണ്ടർ ഇല്ല, ഡിവൈഡ് ബൈ n കൗണ്ടർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വി സി ഒന്ന് കിട്ടുന്നത് മൾട്ടിപ്ലൈ ബൈ n സിഗ്നലായിരിക്കും.
മൾട്ടിപ്ലൈ ബൈ എൻ എന്നുള്ളത് ഒരു മൾട്ടിപ്ലൈ ബൈ എൻ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഫീഡ്ബാക്ക് ചെയ്യുന്ന വി സി ഒയിൽ ഒരു മോഡ് 10 കൗണ്ടർ അപ്ലൈ ചെയ്താൽ മതി. ഓക്കെ. Therefore, one input of the phase detector is the input signal and the other is the output of the divide by n counter. അന്നേരം ഫേസ് ഡിറ്റക്ടർ ഏതാണെന്ന് ഓർമ്മയുണ്ടല്ലോ. ഫേസ് ഡിറ്റക്ടർ എന്ന് പറയുന്നത് ഈ ഫേസ് ഡിറ്റക്ടർ എന്ന് പറയുന്നത് ഫസ്റ്റ് ബ്ലോക്കാണ്. അതിൻ്റെ ഒരെണ്ണം, ഒരു ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് സിഗ്നലായിരിക്കും. രണ്ടാമത്തെ സിഗ്നൽ എന്ന് പറയുന്നത് ഡിവൈഡ് ബൈ എൻ കൗണ്ടറിന് നേരിട്ട് വരുന്ന സിഗ്നലാണ് രണ്ടാമത്തെ സിഗ്നൽ. നേരെ ഇൻപുട്ട് സിഗ്നലും ഡിവൈഡ് ബൈ എൻ കൗണ്ടറിൽ നിന്നുള്ള സിഗ്നലും കൂടിയാണ് ഫേസ് ഡിറ്റക്ടറിലേക്ക് നമ്മൾ കൊടുക്കുന്നത്. ഇതാണ് ഫ്രീക്വൻസി മൾട്ടിപ്ലയറിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം എന്ന് പറയുന്നത്. മറ്റേ ബ്ലോക്ക് ഡയഗ്രാമാണ്. നിങ്ങൾക്ക് സർക്യൂട്ട് ഡയഗ്രാം വരക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾ ബ്ലോക്ക് ഡയഗ്രാം നല്ലോണം വരച്ച് പഠിക്കുക. അത് എളുപ്പമാണല്ലോ. 4 ബ്ലോക്ക് മാത്രമേ ഉള്ളൂ. എന്നിട്ട് 4 ബ്ലോക്ക് വെച്ചിട്ടുള്ള ബ്ലോക്ക് ഡയഗ്രാം വരച്ച് പഠിക്കുക. ഓക്കെ. സർക്യൂട്ട് ഡയഗ്രത്തിൽ നമ്മൾ ഇൻപുട്ട് സിഗ്നൽ ഓഫ് 1 kHz നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. 1 kHz കൊടുക്കുകയാണ്. ഈ സർക്യൂട്ടിലെന്ന് പറഞ്ഞാൽ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രീക്വൻസി ഡിറ്റർമിൻ ചെയ്യാനുള്ള ഇതെല്ലാം കമ്പോണൻസ് എല്ലാം R1 C1 എന്നെല്ലാം പറയുന്ന ഫ്രീക്വൻസി ഡിറ്റർമിനിങ് കമ്പോണൻസാണ്. 4 നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത്, 4ാമത്തെ ഇതിൻ്റെ അകത്തുനിന്ന്. ഓക്കെ. 4ാമത്തെ പിന്നെന്നാണ് ഔട്ട്പുട്ട് 5 kHz ആണ് ഔട്ട്പുട്ട് ഉള്ളത്. എന്നിട്ട് ഇവിടെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് 7490 എന്ന് പറഞ്ഞ ഡെക്കേഡ് കൗണ്ടറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഡെക്കേഡ് കൗണ്ടറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഡെക്കേഡ് കൗണ്ടറിൽ 2 കൗണ്ടറുണ്ട്. മോഡ് 2 കൗണ്ടറും ഉണ്ട്, മോഡ് 5 കൗണ്ടറും ഉണ്ട്. മോഡ് 2 കൗണ്ടർ പ്ലസ് മോഡ് 5 കൗണ്ടറായിട്ട് യൂസ് ചെയ്യുന്നതാണെങ്കിൽ അത് മോഡ് 10 കൗണ്ടറായിട്ട് വർക്ക് ചെയ്യും. അന്നേരം ഇത് 7490 എന്ന് പറഞ്ഞാൽ ഡെക്കേഡ് എന്ന് പറഞ്ഞാൽ മോഡ് 10 കൗണ്ടറാണ്. അത് രണ്ടും കൂടി മോഡ് 2ഉം മോഡ് 5ഉം കൂടി യൂസ് ചെയ്യുകയാണെങ്കിൽ ഡെക്കേഡ് കൗണ്ടറായിട്ട് വർക്ക് ചെയ്യും. ഇനിയിപ്പോൾ നമുക്ക് മോഡ് 5 കൗണ്ടർ മാത്രമേ വേണ്ടെങ്കിൽ അതിലുള്ള മോഡ് 5 കൗണ്ടർ മാത്രം യൂസ് ചെയ്യുക. ഓക്കെ. അന്നേരം ഇവിടെ നമ്മൾ മോഡ് 5 കൗണ്ടറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. 7490ലുള്ള ഒറ്റ കൗണ്ടർ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. മോഡ് 2 കൗണ്ടർ യൂസ് ചെയ്തിട്ടില്ല. അന്നേരം മോഡ് 5 കൗണ്ടർ മാത്രം യൂസ് ചെയ്യുന്നേരം അതെന്തായിട്ടാണ് വർക്ക് ചെയ്യുക? ആ സർക്യൂട്ട് ഡിവൈഡ് ബൈ 5 ആയിട്ട് വർക്ക് ചെയ്യും. ഡിവൈഡ് ബൈ 5 മോഡ് 5 കൗണ്ടർ ആയിട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ട് ഡിവൈഡ് ബൈ 5 ആയിട്ട്. എന്നിട്ട് അത് ഡിവൈഡ് ചെയ്ത സിഗ്നൽ നേരെ നമ്മൾ എങ്ങോട്ടേക്കാണ് കൊടുക്കുന്നത്? ഫേസ് ഡിറ്റക്ടറിലേക്കാണ് കൊടുക്കുന്നത്. നേരെ ഔട്ട്പുട്ട് 5 kHz. ആ 5 kHzനെ നമ്മൾ 7490 യൂസ് ചെയ്തിട്ട് ഡിവൈഡ് ബൈ 5 ചെയ്തു. എന്നിട്ട് നേരെ നമ്മൾ എങ്ങോട്ടേക്കാണ് കൊടുക്കുന്നത്? ഫേസ് ഡിറ്റക്ടറിലേക്ക് കൊടുക്കും. നേരെ ഫേസ് ഡിറ്റക്ടർ ഈ കിട്ടുന്ന 1 kHzഉം ഇവിടെ നിന്ന് വരുന്ന സിഗ്നലും തമ്മിൽ എന്ത് ചെയ്യും? ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. ആ എറർ വോൾട്ടേജിനനുസരിച്ചിട്ട് VCO എന്ത് ചെയ്യും? അതിൻ്റെ ഔട്ട്പുട്ട് കറക്റ്റ് ചെയ്ത് കൊണ്ടുവരും. നേരെ ലാസ്റ്റ് ഔട്ട്പുട്ട് എന്തായി മാറും? 5 kHz ആയി മാറും. അപ്പോൾ എറർ സിഗ്നൽ 0 ആവും. നേരെ കറക്റ്റ് 5 kHz നമുക്ക് ഔട്ട്പുട്ട്. നേരെ ഇൻപുട്ടിൽ നമ്മൾ 1 kHz ആണ് കൊടുത്തെങ്കിലും ഔട്ട്പുട്ടിൽ എത്ര kHz ആണ് കിട്ടുക? 5 kHz ആണ് കിട്ടുക. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിൻ്റെ ഔട്ട്പുട്ടിനും ഇൻപുട്ടിൻ്റെ ഇടയ്ക്ക് നമ്മളൊരു ഡിവൈഡ് ബൈ എൻ കൗണ്ടർ യൂസ് ചെയ്യുന്നുണ്ട്. ഇവിടെ യൂസ് ചെയ്യുന്നത് ഏതാണ്? ഡിവൈഡ് ബൈ 5 കൗണ്ടറാണ്. നേരെ എന്ത് ചെയ്യും? 5 kHzനെ ഡിവൈഡ് ചെയ്തിട്ട് 1 kHz ആക്കും. നേരെ ആ 1 kHzഉം ഇൻപുട്ട് സിഗ്നലുമായിട്ടായിരിക്കും കമ്പയർ ചെയ്യുക. സോ എപ്പോഴാണോ അത് രണ്ടും സെയിം ആവുന്നത് നേരെ ഔട്ട്പുട്ടിൽ നമുക്ക് 5 kHz കിട്ടും. നേരം ഈ സർക്യൂട്ട് എന്തായിട്ട് വർക്ക് ചെയ്യും? ഒരു മൾട്ടിപ്ലയറായിട്ട് വർക്ക് ചെയ്തോളും. സോ എങ്ങനെയാണെന്നൊന്നും കൂടി നോക്കാം. When the lock is established, the input frequency Fin equals the output of the counter Fn.
ഇല്ല, കൗണ്ടറിൻ്റെ ഔട്ട്പുട്ടിന് ഈക്വലായിട്ട് വരും. എഫിനും കൗണ്ടറിൻ്റെ എഫിനും, അത് രണ്ടാണ് ഫേസ് ഡിറ്റക്ടറിലേക്ക് നമ്മൾ കൊടുക്കുന്നത്. അന്നേരം ശരിക്കും എന്താണ് എഫിൻ അല്ലെങ്കിൽ എഫ് എൻ എന്നാണ് കൗണ്ടറിൻ്റെ ഔട്ട്പുട്ട് അല്ലെങ്കിൽ ഇൻപുട്ട് ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഔട്ട്പുട്ട് ഫ്രീക്വൻസി ഡിവൈഡ് ബൈ എൻ ആണ്. ഇവിടെ എൻ എന്ന് പറയുന്നത് 5 ആയിരിക്കും. അന്നേരം ഔട്ട്പുട്ട് ഫ്രീക്വൻസി ഡിവൈഡ് ബൈ 5 ആയിരിക്കും. വേർ എഫ് ഔട്ട് ഈക്വൽ ടു വി സി ഒ ഔട്ട്പുട്ട് ഫ്രീക്വൻസി, അത് തന്നെയാണ് ഔട്ട്പുട്ട് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. സോ ഇൻപുട്ട് ഫ്രീക്വൻസി ഇൻറ്റു എൻ ആയിരിക്കും ഔട്ട്പുട്ട് ഫ്രീക്വൻസി. സോ ഇറ്റ് ആക്ട് ആസ് എ ഫ്രീക്വൻസി മൾട്ടിപ്ലയർ. അന്നേരം എപ്പോഴാണോ ലോക്ക് ആവുന്നത് അന്നേരം വി സി ഒ എന്ത് ചെയ്യും, ഇൻപുട്ട് ഫ്രീക്വൻസീൻ്റെ മൾട്ടിപ്പിൾ ഫ്രീക്വൻസിയിൽ അത് റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അന്നേരം കറക്റ്റ് സാധാരണ ഒരു 565 എന്നുള്ള സർക്യൂട്ട് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. നമ്മൾ ഡിവൈഡ് ബൈ എൻകൗണ്ടർ ഫീഡ്ബാക്കിൽ യൂസ് ചെയ്യുന്നില്ല. ഡിവൈഡർ യൂസ് ചെയ്യുന്നില്ലെങ്കിൽ എന്താ ചെയ്യുക, ഇൻപുട്ട് ഫ്രീക്വൻസി 1 kHz ആണെങ്കിൽ ഔട്ട്പുട്ട് ഫ്രീക്വൻസിയും 1 kHz തന്നെയായിരിക്കും. അന്നേരം ഇതിൽ നമുക്ക് മൾട്ടിപ്ലയറായിട്ട് കിട്ടേണ്ടതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ഔട്ട്പുട്ടിനെ ആ ഫ്രീക്വൻസീനെ ഡിവൈഡ് ചെയ്തിട്ട് ഫേസ് ഡിറ്റക്ടറിൽ കൊടുക്കും. അന്നേരം ഇൻപുട്ടും ഫേസ് ഡിറ്റക്ടറിൽ വരുന്ന 2 സിഗ്നലും ഒരേ ഫ്രീക്വൻസി ആയി മാറും. അന്നേരം മൾട്ടിപ്ലയറായിട്ട് യൂസ് ചെയ്യുന്നേരം ഒന്ന് ഓർമ്മിക്കേണ്ടത്, നമ്മൾ ഫീഡ്ബാക്ക് സർക്യൂട്ടിൽ എന്തും കൂടി യൂസ് ചെയ്യണം, ഏതെങ്കിലും ഒരു ഡിവൈഡ് ബൈ എൻകൗണ്ടർ കൂടി യൂസ് ചെയ്യണം. The desired amount of multiplication can be obtained by selecting a proper divide by n network where n is an integer like 5, 2, 10 എന്ന് പറയുന്ന ഇൻറ്റിജർ. എൻ്റെ മോഡ് 10 കൗണ്ടർ യൂസ് ചെയ്യുകയാണെങ്കിൽ അതെന്തായിട്ടാണ് വർക്ക് ചെയ്യുക, ഡിവൈഡ് ബൈ 10 കൗണ്ടറായിട്ട് വർക്ക് ചെയ്യും. നേരെ ഫ്രീക്വൻസീനെയാണ് ഡിവൈഡ് ബൈ 10 ചെയ്യുന്നത്. മോഡ് 10 കൗണ്ടർ അതിൻ്റെ ഇൻപുട്ട് ക്ലോക്ക് ഫ്രീക്വൻസീനെ ഡിവൈഡ് ചെയ്തിട്ട് ഔട്ട്പുട്ടിൽ കിട്ടുന്നേരം 10 കൊണ്ട് ഡിവൈഡ് ചെയ്ത സിഗ്നലായിരിക്കും. അതിൻ്റെ ക്ലോക്ക് ഡിവൈഡ് ബൈ 10 ആയിരിക്കും ഔട്ട്പുട്ടിൽ നമുക്ക് കിട്ടും. ഓക്കെ, ഇതാണ് ഫ്രീക്വൻസി മൾട്ടിപ്ലയർ എന്ന് പറയുന്നത്. നേരെ അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇൻ അഡീഷൻ ടു 565 there is a divider circuit in the feedback circuit. Okay, thank you.